നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അതെൻ്റെ ഉത്തരവാദിത്തമല്ല, ഞാനതിലേക്ക് ഇറങ്ങേണ്ടതില്ല. അതിനുള്ള പണ്ഡിതന്മാരാകട്ടെ, പ്രാസംഗികന്മാരാകട്ടെ, അതുപോലെ തന്നെ ഖത്തീബുമാരാകട്ടെ ഇവിടെയുണ്ടല്ലോ. എൻ്റെ ഉത്തരവാദിത്തം അതല്ല എന്ന് സ്വയം തീരുമാനിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത്തരം ആളുകളോട് എല്ലാവരോടും കൂടിയിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരാകട്ടെ, സഹാബത്താകട്ടെ, താബികളാകട്ടെ, തബൂ താബികളാകട്ടെ, അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് ഏതെങ്കിലും പ്രാസംഗികന്മാരോടോ ഖത്തീബുമാരോടോ അല്ല. നേരെ മറിച്ച് ഇസ്ലാം സ്വീകരിച്ച, മുസ്ലിമായി ജീവിക്കുന്ന, 5 വക്ത് നമസ്കരിക്കുന്ന, റമദാൻ മാസത്തിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന, സക്കാത്ത് നൽകുന്ന നമ്മോടെല്ലാവരോട് കൂടിയിട്ട് റബ്ബിൻ്റെ ചോദ്യമാണത്. ഞാനിതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം ആര് ചെയ്യും? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജത്തുൽ വിദാഇൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബത്ത് നൽകിയ ഒരു ഉപദേശമാണ് ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഇസ്ലാമിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കണമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങി നമുക്കെന്താണോ ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ദഅവത്ത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥനാകണമെന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്.